എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ ക്രൂയിസ് സർവീസുകളിലുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഓളങ്ങളിൽ വെളിച്ചവും നിഴലും മാറി മറിയുമ്പോൾ ശരിക്കും ഈ കനാൽ ഒരു ജീവനുള്ള ക്യാൻവാസ് പോലെയായി മാറുന്നു. ജീവിതത്തിലെ സന്തോഷങ്ങളും, അതായത് വെളിച്ചവും സങ്കടങ്ങളും നിഴല് ഒരുപോലെ മനോഹരമാണെന്ന് ഈ കാഴ്ച നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബത്തോടൊപ്പം സന്ദർശിക്കാൻ പറ്റിയ ദുബായിലെ ഏറ്റവും മനോഹരമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഇത്. എൻ്റെ ഫ്രണ്ട് ജോസ്പിയും ഫാമിലിയും ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജോസൂട്ടിയും സിമിയും ഒത്തിരി എൻജോയ് ചെയ്തു. ചൂടിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് മാറ്റിവെച്ചാൽ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ഈ ക്രൂയിസ് സർവീസ്. ഇതിനിടയിൽ തന്നെ നമ്മുടെ പപ്പറ്റ് ഷോ ചെയ്യുന്ന കലാകാരൻ വേദിയിൽ തകർന്നാടുന്നുണ്ട്. ദുബായ് കനാൽ ക്രൂയിസുകളിൽ കാണുന്ന പപ്പറ്റ് ഷോ ഒരു പരമ്പരാഗത ഈജിപ്ഷ്യൻ നാടോടി കലാരൂപമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മധ്യകാലഘട്ടങ്ങളിൽ ഈജിപ്തിലാണ് ഈ കലാരൂപം ഉത്ഭവിച്ചത്. പണ്ട് കാലത്ത് ഗ്രാമങ്ങളിലെ ആളുകളെ വിനോദിപ്പിക്കുന്നതിനൊപ്പം സാമൂഹിക സന്ദേശങ്ങൾ നൽകാനും ഭരണാധികാരികളുടെ തെറ്റായ നയങ്ങളെ ഹാസ്യരൂപേണ വിമർശിക്കാനും ഈ പപ്പറ്റ് ഷോ ഉപയോഗിച്ചിരുന്നു. ഒരു തമാശക്കാരനായ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു തമാശകളുമാണ് ഇതിൻ്റെ പ്രധാന പ്രമേയം. ഉല്ലാസഭരിതരായ അറബിക് സംഗീതത്തിനൊപ്പം കാണികളെ ചിരിപ്പിക്കുന്ന ആംഗ്യ വിക്ഷേപങ്ങളും കാണികളിൽ നിന്ന് ഒരാളെ സ്റ്റേജിലേക്ക് വിളിച്ച് ഒപ്പം നൃത്തം ചെയ്യിക്കുന്നതും എല്ലാമാണ് ഈ ഷോയുടെ പ്രധാന ആകർഷണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കഥയും അവതരണവും തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന തന്നൂറ ഡാൻസിൻ്റെ ഷോയിൽ കാണികളെ ആകർഷിക്കാൻ ഈ പാവാടകളിൽ LED ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ലൈറ്റുകൾ അണച്ച് നർത്തകൻ അതിവേഗത്തിൽ കറങ്ങുമ്പോൾ കാണുന്ന പ്രകാശവലയം കണ്ണിന് വലിയൊരു വിരുന്നാണ് നൽകുന്നത്. ഈ രണ്ട് ഷോകളും പരമ്പരാഗത ദോ ക്രൂസുകളിൽ രാത്രികാലങ്ങളിൽ ആസ്വദിക്കാവുന്നതാണ്. ഈ യാത്ര ഒരു മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് പാർക്കിംഗ് സ്ഥലത്തേക്ക് നടന്നു പോകാനുള്ള വഴി. രാത്രി വെളിച്ചത്തിൽ ഇതിലെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഇവിടെ നിന്നും നമ്മൾ ഒരു സർപ്രൈസ് കാണാൻ പോവുകയാണ്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ദുബായ് മാൾ ഐസ് റിങ്കിലാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. മരുഭൂമിയിലെ ചൂടിന് നടുവിൽ ഒരു മഞ്ഞുകാല അനുഭവം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. 2008 നവംബർ 5 ദുബായ് മാളിൻ്റെ ഒപ്പമാണ് ഇതും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്.
ഇതൊരു ഒളിമ്പിക്സ് നിലവാരത്തിലുള്ള ഐസ് റിങ്കാണ്. ഒരേ സമയം 2000-ലധികം ആളുകൾക്ക് വരെ ഇവിടെ സ്കേറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ദുബായ് മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണ സമയത്ത് 38 മില്ലിമീറ്റർ കനത്തിലാണ് ഇതിലെ ഐസ് ബെഡ് തയ്യാറാക്കിയത്. ഇത് സാധാരണ നാഷണൽ ഹോക്കി ലീഗ് റിങ്കുകളേക്കാൾ 3 ഇരട്ടി കട്ടിയുള്ളതാണ്. കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ചെറിയ പാളികളായി വെള്ളമൊഴിച്ച് അത്യാധുനിക റെഫ്രിജറേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദിവസങ്ങളോളം തണുപ്പിച്ചാണ് ഈ ഐസ് റിങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിന് കാനഡയിൽ നിന്നുള്ള പ്രത്യേക മത്സര നിലവാരമുള്ള ഐസ് പാഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കേവലം ഒരു വിനോദ കേന്ദ്രം എന്നതിൽ ഉപരി ഇവിടെ പ്രൊഫഷണൽ ഫിംഗർ സ്കേറ്റിംഗ് അക്കാദമിയും ഐസ് ഹോക്കി പരിശീലനവും നടക്കുന്നുണ്ട്. തുടക്കക്കാർക്കായി ലേൺ ടു സ്കേറ്റ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. രാത്രികാലങ്ങളിൽ ഈ ഐസ് റിങ്ക് ഒരു വലിയ ഡാൻസ് ഫ്ലോറായി മാറാറുണ്ട്. ലൈറ്റുകളും DJ സംഗീതവും ചേർന്ന് വലിയൊരു ഉത്സവ അന്തരീക്ഷം ഇവിടെ സമ്മാനിക്കുന്നു. ദുബായ് ഐസ് റിങ്കിൽ കുട്ടികൾക്കായി മികച്ച രീതിയിലുള്ള സ്കേറ്റിംഗ് പരിശീലന പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ടോഡ്സ് അക്കാഡമി, അതായത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായമുള്ള ചെറിയ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിശീലനമാണ് ഇത്. കിഡ്സ് അക്കാഡമി 6 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ്. പിന്നെയുള്ളത് പെൻഗ്വിൻ പാൽസ്. സ്കേറ്റിംഗ് ആദ്യമായി പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് വീഴാതെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന പെൻഗ്വിൻ രൂപത്തിലുള്ള പ്രത്യേക ഉപകരണങ്ങൾ ഇവിടെ വാടകയ്ക്ക് ലഭിക്കും. ഇത് കുട്ടികൾക്ക് ഐസിൽ വേഗത്തിൽ സുരക്ഷിതത്വം നൽകുന്നു. ദുബായ് മാളിൽ നിന്ന് ഫിനാൻഷ്യൽ സെൻറ്റർ റോഡ് വഴി നമ്മൾ പ്രവേശിക്കുന്നത് ദുബായിയുടെ ഏറ്റവും പഴയതും പ്രശസ്തവുമായ തീരദേശ പാതയായ ജുമൈറ റോഡിലേക്കാണ്. ദുബായിയുടെ യഥാർത്ഥ സംസ്കാരം നിലനിൽക്കുന്നത് ഇവിടെയാണ്. ജുമൈറ എന്ന വാക്കിൻ്റെ അർത്ഥം മനോഹരമായത് എന്നാണ്. ഈ റോഡിന് സമീപം 9-10 നൂറ്റാണ്ടുകളിലെ പുരാവസ്തു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇതൊരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നു. ജുമൈറ റോഡിൻ്റെ അവസാന ഭാഗത്താണ് UAE എന്ന രാജ്യം ജനിച്ച യൂണിയൻ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. 1971 ഡിസംബർ 2 7 എമിറേറ്റ്സുകളിലെ ഭരണാധികാരികൾ ഒത്തുചേർന്ന് UAE
രൂപീകരണ കരാറിൽ ഒപ്പുവെച്ചതും ഇവിടെ വെച്ചാണ്. ഇന്ന് ഇതിനോട് ചേർന്ന് മനോഹരമായ എത്തിഹാദ് മ്യൂസിയം നിലകൊള്ളുന്നു. ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. കൂടുതൽ നല്ല കാഴ്ചകളുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.